സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവരുന്ന സമരം അവസാനിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച മൂന്നാമത്തെ ചർച്ചയും പരാജയം. ഓണറേറിയം വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കമ്മിറ്റിയെ നിയോഗിച്ച് പരിശോധിച്ച ശേഷം പരിഗണിക്കാമെന്ന സർക്കാർ നിർദ്ദേശം സമരം ചെയ്യുന്ന ആശമാർ തള്ളി. ചർച്ച പരാജയപ്പെട്ടതോടെ നിരാഹാര സമരം തുടരാനാണ് തീരുമാനം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് വിളിച്ച ചർച്ചയിൽ ആശമാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആദ്യ രണ്ട് ചർച്ചയ്ക്ക് സമാനമായ നിരാശയായിരുന്നു ഫലം. ഓണറേറിയം വർധനവോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ ചർച്ചയായില്ല. മുതിർന്ന IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വിഷയം പഠിക്കാൻ കമ്മിറ്റി എന്ന നിർദ്ദേശം മാത്രമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ അംഗീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം 1000 രൂപയിൽ നിന്നും 7000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചത് ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല. ഒരു 3000 രൂപ നിങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ. ഓണറേറിയം 7000-ൽ നിന്ന് 3000 വർദ്ധിപ്പിച്ച് 10,000-എങ്കിലുമായി ഉയർത്തണമെന്ന ആശമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സമയം വേണമെന്ന ധനമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിൽ ആരോഗ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് വളരെ കൃത്യമാണ്, അനുകൂലമായ നിലപാടാണ്, അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് 3 മാസത്തിനുള്ളിൽ അവർ നൽകട്ടെ, അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് കൃത്യമായിട്ട് നിശ്ചയിക്കാമെന്നുള്ളത് പറയുകയുണ്ടായി. അപ്പോൾ അത് ഉൾക്കൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. സമരം ചെയ്യുന്ന സംഘടന അവർ പോയി ആലോചിച്ചിട്ട് എന്താണ് എന്നുള്ളത് അവർ ആലോചിച്ചിട്ട് തിരിച്ച് അറിയിക്കാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ചർച്ചയിൽ പങ്കെടുത്ത CITU, INTUC തുടങ്ങിയ സംഘടനകൾ ആവശ്യങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെന്ന സർക്കാർ നിർദ്ദേശം സ്വാഗതം ചെയ്തു. ഇതിനെ എതിർത്ത് സമരം ചെയ്യുന്ന ആശമാർ ഇനി തൊഴിലാളി സംഘടനകളുമായി കൂട്ടായ ചർച്ചയ്ക്കില്ലെന്ന് നിലപാടെടുത്തു. ആ 4 യൂണിയനുകളുടെയും ആവശ്യം ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതായിരുന്നു. ആ പ്രശ്നം അവിടെ പരിഹരിച്ചിരിക്കുന്നു. അവരെല്ലാം അതിനകത്ത് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് പ്രശ്നമില്ല. പിന്നെ ആരാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? സമരം ചെയ്യുന്ന ഞങ്ങളുടെ സംഘടന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മന്ത്രി ഇനി ഞങ്ങളെ മാത്രം ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി. ബാക്കി എല്ലാ ആളുകളും ഒരു യൂണിഫോം ഐഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ചർച്ച പരാജയപ്പെട്ടതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ സമരക്കാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ റോഡ് ഉപരോധിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.